ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം? അദ്ദേഹം സംസ്ഥാന സർവീസിലുള്ള ആളാണ് അല്ലേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്? ഗവൺമെൻറ് കൊടുക്കുന്ന പാനൽ, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. എന്തിനാണ്? ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ജോലി തീർന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? അതിനുശേഷം പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുവാണ്. ഇത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച? ശ്രീമതി നളിനി നെറ്റോ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു. അതിനുശേഷം എവിടേക്കാണ് പോയത്? ഹോമിലേക്ക് പോയി അല്ലേ? പിന്നെ ചീഫ് സെക്രട്ടറി ആയി, പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു. ഇതിന് മുമ്പിരുന്ന എല്ലാവരും അവരുടെ ഔദ്യോഗിക കാര്യം കഴിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട് വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്ന്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. എന്താ ഗുരുതരമായ ആരോപണം? വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. ഗുരുതരമായ ആരോപണം, രാഷ്ട്രീയ ആരോപണമായിരുന്നു. അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പോൾ പറയുന്ന BJPക്ക് ഉണ്ടായിരുന്നോ? CPM-നുണ്ടായിരുന്നോ? അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത് ഗവൺമെൻറ്റാണ്, അന്നത്തെ ഗവൺമെൻറ്റാണ്. CPM നേതൃത്വം കൊടുത്ത ഗവൺമെൻറ്റാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത്. അതിലെന്താ അവിടുത്തെ ഇവിടെ ആകെ കംപ്ലൈൻറ്റ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്നാണ്. ചില പരാതികൾ അദ്ദേഹത്തിന്, അത് വ്യക്തിപരമായ പരാതിയല്ല, ഇലക്ഷൻ്റെ കാര്യത്തിലുള്ള ചില പരാതികൾ. അത് അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടികളുടെ എല്ലാം മീറ്റിംഗ് കൂടി അതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്ക് ഏറ്റവും കൂടുതൽ കത്ത് കൊടുത്തിരിക്കുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാനായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. വല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹം ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തെന്നോ, അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്, UDF-ന് 102 സീറ്റ് മേടിച്ച് തന്നത് ഈ രത്തൻ കേൽക്കറാണ്. എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്, എന്തൊരു തമാശയാണ്. പിണറായി ഗവൺമെൻറ് പാനൽ കൊടുത്ത അതിൽ നിന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറാക്കിയത്. പിണറായി ഗവൺമെൻറ് അദ്ദേഹത്തെ പാനലിൽ പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് UDF-ന് 102 സീറ്റ് മേടിച്ചു കൊടുക്കാനാണ്. ഇതിനേക്കാൾ വലിയ തമാശയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന്. എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേ. ഞങ്ങളെ വിമർശിച്ചോ? ഇത് എനിക്കിപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക എന്നോട്, സംശയം, നിങ്ങളുടെ ഒരു സംശയം ചോദിക്കും ഈ വിഷയത്തിൽ. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, എന്താണെന്ന് ചോദിക്കും. ആരുടെ പരാതി ഉണ്ടായിരുന്നു? ആരുടെ പരാതി? ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പരാതി. ഇവിടെ SIR-നെ കുറിച്ച് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം നമ്മളല്ലേ, BJP പ്രതിപക്ഷത്ത് ഇരുന്നിരുന്നതാണ്. അവരാരെങ്കിലും ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ചോ അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഭരണകക്ഷി നിയമിച്ചാണ്, അന്നത്തെ ഭരണകക്ഷി പിണറായി സർക്കാരിൻ്റെ പ്രപ്പോസലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ച്. CPM അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടോ? പ്രതിപക്ഷമായ ഞങ്ങളല്ലേ പറയേണ്ടത്. ഞാനാണ് ഏറ്റവും കൂടുതൽ കത്തുകൾ അദ്ദേഹത്തെ അയച്ചത്. അതെല്ലാം അല്ലല്ലേ, വെയിറ്റ്, ഇത് പറ ഇതല്ലേ ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരിടത്ത് അതേ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓഫീസറാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചത്. അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിവിധ വകുപ്പുകൾ, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലേ. സെക്രട്ടറി IT ആയിട്ടുണ്ട്, സെക്രട്ടറി എൻവയോൺമെൻറ്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ആയിട്ട് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കീഴിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ടാക്സസ് ആയിട്ടും GST കമ്മീഷണറായിട്ടും അന്നത്തെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുമല്ലേ. ടാക്സസ് കമ്മീഷണറും സെക്രട്ടറി ടാക്സസും ആയിരുന്നു അദ്ദേഹം. എന്തായി പറയുന്നത്? വേറെ ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണിത്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച. എന്താണെന്നൊരു പിടിയിട്ടുണ്ട് ഇത്. അത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണതിൽ എന്തോ ഒരു അനൗചിത്യമായിരിക്കും.
ആ പ്രധാനമന്ത്രിയെ കാണാൻ പോണ കാര്യം ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചോദ്യം കേട്ടാ. ആ ഇറ്റ്സ് എ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നമ്മൾ തന്നെ ആരോപണവും ആക്ഷേപവും ഉന്നയിച്ചിട്ടുള്ള പ്രശ്നമാണ്. ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, നമ്മുടെ പാരിസ്ഥിതികമായിട്ട് ഒരുപാട് ആഘാതം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ മുഴുവൻ ഉറപ്പായി പരിശോധിച്ച് വേണ്ടി വന്നാൽ അഡ്മിറാൽറ്റി സൂട്ട് അമെൻഡ് ചെയ്ത് ഇപ്പോൾ ഫയൽ ചെയ്തേക്കുന്ന അഡ്മിറാൽറ്റി സൂട്ട് അത് തന്നെ അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ കൂടെ സമ്മർദ്ദം കൊണ്ടാണ് ഈ അഡ്മിറാൽറ്റി സൂട്ട് തന്നെ ഫയൽ ചെയ്ത്. മടിയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതൊന്നുകൂടി ഗൗരവമായി പരിശോധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പാരിസ്ഥിതിക ദുരന്തങ്ങൾ കൂടി അതിൻ്റെ അകത്ത് ആ സൂട്ട് പരിശോധിച്ച് ആ സൂട്ടിലില്ലെങ്കിൽ ആ സൂട്ട് അനുമതിയോടുകൂടി കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിയുടെ അനുമതിയോടുകൂടി അതുകൂടി അമെൻഡ് ചെയ്ത് വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്യും. ഇതെല്ലാം ഭരണപരമായ തീരുമാനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം എടുത്തിരിക്കുന്നത് കളക്ടർമാരുടെ ഡ്യൂ വന്നു, ഓഫീസേഴ്സ് എല്ലാം റെഡിയാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ കളക്ടർമാരെ നിയമിക്കാൻ പറഞ്ഞു, സീനിയോറിറ്റി അനുസരിച്ചിട്ടാണ് നിയമിക്കാൻ പറഞ്ഞത്. ബാക്കിയുള്ള സ്ഥലത്ത് ഈ കളക്ടർ സ്ഥാനത്ത് മാറുന്ന ആളുകൾക്ക് പല സ്ഥലങ്ങളും കൊടുത്തു. ഉദ്യോഗസ്ഥന്മാരുടെ ഡിപ്ലോയ്മെൻ്റ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വകുപ്പുകൾ വെച്ചതിനെ റാഷണലൈസ് ചെയ്യണം. ഓരോ മന്ത്രിമാർക്കും ഇപ്പം 3-4 സെക്രട്ടറിമാരുണ്ട്. എൻ്റെ വകുപ്പുകൾ തന്നെ ഏകദേശം 8-9 സെക്രട്ടറിമാരുണ്ട്. അങ്ങനെ ഭരിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ഈ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വകുപ്പുകൾ റാഷണലൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഓരോ വകുപ്പ് എടുത്ത് ഓരോ മന്ത്രിമാരുടെയും വകുപ്പ് എടുത്തു കഴിഞ്ഞാൽ അറിയാം 4 സെക്രട്ടറിമാരാണ്. ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷാമമുണ്ട് കേരളത്തിൽ IASകാരുടെ ക്ഷാമമുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷ്മമായി പരിശോധിച്ച് മന്ത്രിമാരെയും കൂടി അഭിപ്രായങ്ങൾ അതാത് വകുപ്പുകളുടെ കൂടി അഭിപ്രായങ്ങൾ കൂടെ പരിഗണിച്ചിട്ടുള്ളൊരു ഡിപ്ലോയ്മെൻ്റാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ആ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു നടപടിക്രമമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ മന്ത്രിസഭയിൽ വെക്കേണ്ട കാര്യങ്ങൾ മന്ത്രിസഭയിൽ വെക്കും, അല്ലാതെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ ജനറൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കും. പിന്നെ ഈ ചോദ്യം ചോദിച്ചല്ലോ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇത്തരം തീരുമാനങ്ങൾ എവിടെ എടുത്തിരുന്നത്? മന്ത്രിസഭയിൽ വെച്ചിട്ടാണ് എടുത്തിരുന്നത്. അല്ലല്ല അതൊന്നുമില്ല. എവിടെയാണ് തീരുമാനം എടുത്തിരുന്നത് കഴിഞ്ഞ 10 വർഷം? അല്ല 10 വർഷം എവിടെ തീരുമാനം എടുത്തിരുന്നത്? അല്ലല്ല, അതിനൊരു പ്രൊസീജിയർ ഉണ്ടെന്നേ. ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് തീരുമാനം എടുക്കേണ്ട സ്ഥലം അതാണ്. ആ സ്ഥലത്ത് തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുണ്ടാക്കുന്ന വിവാദങ്ങളല്ല, ഒന്നുമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.